ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 19-ാം വാക്യം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 5:19. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. പ്രിയരെ, ഈ വചനത്തിൻ്റെ നന്മ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിനകത്ത് പത്രോസ് ഉൾപ്പെടുന്ന അപ്പോസ്തലന്മാരെ കാരാഗൃഹത്തിനകത്താക്കി എന്ന തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ അന്ന് രാത്രി തന്നെ ദൈവം വിഷയങ്ങൾക്കകത്ത് ഇടപെടുവാനായി തുടങ്ങി. പ്രിയരെ, നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾക്കകത്ത്, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ ഇടപെടുവാൻ ആരുമില്ലാതെ ഭാരത്തോടെ നിങ്ങൾ ഇരിക്കുകയാണോ? ഈ തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു, അപ്പോസ്തലന്മാരുടെ വിഷയത്തിനകത്ത് ദൈവം ഇടപെടുവാനായി തുടങ്ങി. ഞാൻ അവിടെ നിർത്തി പറയാം. ദൈവം വിഷയത്തിനകത്ത് ഇടപെട്ടാൽ ലോകം ഇടപെടുന്നത് പോലെയോ ലോകം ചെയ്യുന്നത് പോലെയോ ആയിരിക്കത്തില്ല ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നത്. ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ആമേൻ. അടച്ചതാരോ ആയിക്കോട്ടെ, തുറക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത്, അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പുതുതടവിലാക്കി എന്നാണ്. അസൂയ നിറഞ്ഞവരടച്ചതായാലും മന്ത്രവാദികൾ അടച്ചതായാലും ആരടച്ചെങ്കിലും തുറക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കട്ടെ. രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്നു അവരെ പുറത്തു കൊണ്ടുവന്നു. രണ്ട് കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, തുറന്നു. മറ്റൊന്ന്, പുറത്ത് കൊണ്ടുവരുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഈ രാവിലെ എല്ലാ വഴികളും അടയ്ക്കപ്പെട്ട് കിടക്കുന്നെങ്കിൽ, എല്ലാ വാതിലുകളും അടയപ്പെട്ട് ഭാരത്തോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ, ഞാൻ ഉറപ്പോടെ പറയാം, തുറക്കാൻ കഴിവുള്ള മഹാദൈവമുണ്ട്. ആമേൻ. എത്രയെത്ര സാഹചര്യങ്ങളിലാണ് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി വലിയ വാതിലുകളെ തുറന്നു കൊടുത്തത്, വഴികളെ തുറന്നു കൊടുത്തത്, അത്ഭുതങ്ങളെ ആമേൻ തുറന്നിട്ട് കൊടുത്തത്. ഇന്ന് പ്രഭാതത്തിൽ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുവാൻ കഴിയുമോ? ദൈവം ചിലത് നമുക്ക് തുറന്നു തരുന്ന പ്രഭാതമാകട്ടെ. മരുഭൂമിയിൽ ഒരു ഉറവയെ തുറക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, മരുഭൂമിയിൽ ഒരു വഴി തുറന്നു തരുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, പ്രിയരെ, വേദനയിലും നിരാശയിലും ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് പുത്തൻ വഴികളെ തുറന്നു തരുവാൻ, പുത്തൻ ഉറവകളെ തുറന്നു തരുവാൻ, കാരാഗൃഹത്തിന്റെ വാതിലിനെ തുറന്നു തരുവാൻ, എന്താണോ അടയപ്പെട്ടിരിക്കുന്നത്, അത് ഉപജീവന മാർഗമാകാം, സമാധാനമാകാം, സ്വസ്ഥതയാകാം, ഏതോ ആയിക്കോട്ടെ, ഇന്ന് രാവിലെ നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളും ഈ തിരുവചനവുമായിട്ട് ചേർത്ത് നമുക്ക് ചിന്തിക്കാമോ? ദൈവം അടഞ്ഞുപോയ ചിലതിനെ, അടഞ്ഞിരിക്കുന്ന ചിലതിനെ ദൈവം തുറക്കുവാൻ പോകുന്നു. ദൈവം തുറക്കും. ഈ വാക്യം പറയുന്നത്, രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹത്തിൻ്റെ വാതിൽ തുറക്കുവാനിടയായി തീർന്നു. അടച്ചതാരാണെങ്കിലും അനുവാദം ചോദിക്കാതെ തുറക്കുന്ന ദൈവം. നമുക്കറിയാം, ലോകത്തിൽ ആർക്കെങ്കിലും തുറക്കുവാൻ കഴിയണമെങ്കിൽ അനുവാദത്തിൻ്റെയും ഉത്തരവിൻ്റെയും ആവശ്യമുണ്ട്. എന്നാൽ ഒരു ഉത്തരവിൻ്റെയും പിൻബലമില്ലാതെ, ഒരു മനുഷ്യൻ്റെയും അനുവാദമില്ലാതെ
കർത്താവിൻ്റെ ദൂതൻ തുറന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, കടുകട്ടിയായ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം ചിലത് തുറക്കുവാനായി പോകുന്നു. അടുത്ത പദം അതിനകത്ത് എഴുതിയിരിക്കുന്നത് അവരെ പുറത്തു കൊണ്ടുവന്നു. ആമേൻ. അടയപ്പെട്ട നിലയിൽ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടോ? പുറത്തിറങ്ങണമെന്നും മുന്നേറണമെന്നും ലക്ഷ്യത്തിലേക്ക് കുതിക്കണമെന്നും അനുഗ്രഹിക്കപ്പെടണമെന്നും ആഗ്രഹമുണ്ടെങ്കിലും പുറത്തു വരുവാൻ കഴിയാതെ, ആമേൻ, അസമാധാനത്തിനകത്ത് കുരുങ്ങിക്കിടക്കുന്ന, പുറത്തു വരുവാൻ കഴിയാതെ രോഗശക്തികളാൽ പിടിക്കപ്പെട്ട് വ്യാകുലതയോടെ ഇരിക്കുന്ന, പുറത്തു വരുവാൻ കഴിയാത്ത നിലയിൽ കടഭാരങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ തിരുവചനം ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാം. ദൈവം പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ആമേൻ. അവസ്ഥ എന്താണെങ്കിലും, കടന്നു പോകുന്ന അനുഭവം എത്ര ഭയാനകമാണെങ്കിലും, ഈ സാഹചര്യത്തിൽ നിന്ന്, ഈ സ്ഥിതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ജീവിതത്തിന്റെ രണ്ടറ്റവും തമ്മിൽ ഒരുമിപ്പിക്കുവാൻ കഴിയാതെ പാടുപെട്ട് വേദനയോടെ നിങ്ങൾ മുന്നേറുകയാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളൊന്ന് പുറത്തു വന്ന് കാണുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണോ? മദ്യപാനിയായ ആരൊക്കെയോ നിങ്ങളുടെ ഭവനത്തിനകത്തുണ്ടോ? മദ്യത്തിന്റെ പിടിയിൽ നിന്ന്, ലഹരി പദാർത്ഥങ്ങളുടെ പിടിയിൽ നിന്ന്, പാപ സ്വഭാവങ്ങളിൽ നിന്ന് അവർ പുറത്തു വരണമെന്ന് ആഗ്രഹത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, മറ്റാരെക്കാളും പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു നല്ല ദൈവമുണ്ടെന്ന്. നമുക്കറിയാം, ഇന്നലകളുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്ര പേരാണ് അടിമത്വത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വന്നത്. തിരുവചനം അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. ലഗ്യൂൻ ബാധിച്ച് പാടുകളും വേദനകളും അനുഭവിച്ചിരുന്ന മനുഷ്യൻ നമ്മുടെ കർത്താവായ യേശുവിന്റെ ശുശ്രൂഷയിലൂടെ ആ ബന്ധനത്തിൽ നിന്ന് അവൻ പുറത്തു വരുവാനിടയായി തീർന്നു. രക്തസ്രാവക്കാരെത്തി രോഗത്തിൽ നിന്ന് പുറത്തു വരുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ പുറത്ത് കടക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നിൽക്കുന്ന പൈശാചിക അധികാരങ്ങളെ തകർത്ത് പുറത്തു വരുവാൻ ദൈവം നമ്മെ സഹായിക്കുന്ന പ്രഭാതമായി തീരട്ടെ. 430 വർഷം വേദനയോടെ മിസ്രയീമിൽ ചിലവഴിച്ച ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നമുക്കറിയാം. പുറത്തു വരുവാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും, പുറത്തു വരുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടും ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് മിസ്രയീമിൽ ദാസ്യവേല ചെയ്ത് ജീവിതം നയിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, വിമോചകൻ അവർക്ക് വേണ്ടി ജനിക്കുവാനിടയായി തീർന്നു. അവരെ പുറത്തു കൊണ്ടുവരേണ്ടതിന് ദൈവത്താൽ നിയോഗിതനായ മോശ ജനിക്കുവാനിടയായി തീർന്നു. പ്രിയരെ, നിശ്ചയമായിട്ടും പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, കടഭാരത്തിൽ നിന്നും, രോഗബന്ധനങ്ങളിൽ നിന്നും, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ ദൈവം നമ്മെ സഹായിക്കുകയും പരിശുദ്ധാത്മാവ് ഇടപെടുകയും ചെയ്യുന്ന അത്ഭുതത്തിന്റെ മണിക്കൂറുകളായി തീരട്ടെ. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, വാതിൽ തുറന്നു. 2, പുറത്തു കൊണ്ടുവന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ 2 കാര്യങ്ങളും ജീവിതത്തിൽ നടക്കട്ടെ. വാതിലുകളെ തുറക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി തുറക്കുക മാത്രമല്ല, തുറന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവിക ഇടപെടലുകൾ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കട്ടെ. ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, വലിയ കാര്യങ്ങൾ ചെയ്യണമേ. ആമേൻ. വാതിലുകളെ തുറക്കുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. വൻ കാര്യങ്ങൾ ചെയ്യും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.